ഹലോ മക്കളെ, അപ്പോൾ +1 കെമിസ്ട്രി പരീക്ഷ എഴുതി വന്നവരാണ് നിങ്ങളുടെ പരീക്ഷ പേപ്പർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വരുന്നതിന് മുൻപ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് പരീക്ഷയിൽ സംഭവിച്ചതെന്ന് എക്സാക്ട്ലി അറിയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പരീക്ഷയെ പറ്റിയുള്ള എൻ്റെ ഒഫീഷ്യൽ റിയാക്ഷൻ അലക്സാർ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് പരീക്ഷയെ പറ്റി കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ ബയോളജിക്കാരും കമ്പ്യൂട്ടർ സയൻസുകാരും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമുക്ക് നോക്കേണ്ടത് ഇനിയുള്ള എത്ര ദിവസങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരൊറ്റ കാര്യം പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു സുഖമില്ലാത്ത ഫീലിംഗ് വരുന്നുണ്ട്. കാരണം എനിക്കറിയില്ല നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. നല്ല രീതിയിലാണ് വന്നതെങ്കിൽ സന്തോഷമുണ്ട്. അത് മോശം രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ചൊരു പരീക്ഷയാണെങ്കിൽ എനിക്ക് ചിരിച്ചെടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് സത്യം പറയാനുണ്ട്. കാരണം എനിക്കറിയില്ല നിങ്ങളുടെ അവസ്ഥ എന്താണ്. എങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ആ ചാനലിൽ ഇടുന്നതായിരിക്കും. അലക്സാർ എന്ന് പറഞ്ഞ ചാനൽ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് അലക്സാർ എന്ന് അടിക്കാം. അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് ഇനിയുള്ള സബ്ജക്റ്റിൽ എന്തായാലും പഠിക്കണം. കെമിസ്ട്രി ടഫായിട്ട് വന്നാലും ടഫായിട്ട് അല്ലെങ്കിൽ പോലും നമുക്ക് ഇനിയുള്ള സബ്ജക്റ്റ് നന്നായി പഠിച്ചാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. അത് രണ്ടു പേർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസുകാർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, ബയോളജിക്കാർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് മുമ്പ് ആദ്യം നമുക്ക് നോക്കണം നമുക്ക് എത്ര പഠിക്കാനുണ്ടെന്നാണ്, എത്ര സമയം പഠിക്കാൻ ബാക്കിയുണ്ടെന്നാണ്. ബയോളജിയുടെ കാര്യം നോക്കാം. ബയോളജിക്ക് നമുക്ക് കെമിസ്ട്രി കഴിഞ്ഞാൽ ഈ സാറ്റർഡേ പഠിക്കാനുണ്ട്. സാറ്റർഡേ ഫുൾ ഡേ അല്ലെങ്കിലും വൈകുന്നേരം പഠിക്കാനുണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിച്ചിരിക്കും. എങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സൺഡേ ഉണ്ട് 2, 3, 4, 5 ദിവസം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ബയോളജിക്ക്. ഇനി ഇതിലൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ബയോളജിക്കാരുടെ കാര്യം പറയട്ടെ, എന്നിട്ട് കമ്പ്യൂട്ടർ സയൻസുകാരുടെ കാര്യം പറയാം. കാരണം നിങ്ങൾക്കാണല്ലോ ആദ്യം പരീക്ഷ ഉള്ളത്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 5 ദിവസം നിങ്ങൾക്ക് ബയോളജി പഠിക്കാം. ഗിവൺ നിങ്ങൾ ഫിസിക്സ് ഓൾറെഡി നോക്കി വെച്ചവരെന്ന് പറഞ്ഞാൽ മിനിമം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് മക്കളെ, ഈ 2 ലൈവ് 10 hours 2 ലൈവ് നിങ്ങൾ കണ്ട് സെറ്റാക്കിയവരാണെങ്കിൽ നിങ്ങൾ ഈ 5 ദിവസം നിങ്ങൾ ബയോളജി കൊടുത്താലും കുഴപ്പമില്ല. ആകെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും മിനിമം ഒരു 2 hours എങ്കിലും, അവസാന ദിവസം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും ഒരു 2 hours എങ്കിലും മിനിമം നിങ്ങൾ ഫിസിക്സിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. എന്തിനു മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്? ഒന്നെങ്കിൽ ഇതിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മറന്നു പോയിട്ടുണ്ടാവും, അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെച്ചാൽ ഓക്കെയാണ്. ഇനി നിങ്ങൾ അതൊന്നും ചെയ്തില്ല, ഈ 2 ലൈവ് തോന്നുന്നു ഇതൊക്കെ 500 പേരും 500K പേരും 5 ലക്ഷം പേരും 5 ലക്ഷം പേര് കണ്ടിട്ടുണ്ടാവില്ല. വ്യൂസ് 5 ലക്ഷമാണ്. അപ്പം 2 ലക്ഷം പേരൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക, എനിക്കറിയില്ല. ഇത് 3 ലക്ഷം വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഒട്ടുമിക്ക കുട്ടികളും കണ്ടിട്ടുണ്ടാവും. കാണാത്തവരാണെങ്കിൽ മിനിമം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് മക്കളെ, നിങ്ങൾ ഇന്നുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ ബയോളജി പഠിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ അത് പോയി ഇരുന്ന് കാണാം. വേണമെങ്കിൽ നാളെയും കൂടി ഉപയോഗിച്ചിട്ട് അത് കണ്ട് തീർക്കുക. കാരണം നിങ്ങൾ നോക്ക്, ഫിസിക്സിന് അത്രയേ ഉള്ളൂ സമയം, ഒരു വൈകുന്നേരമോ ഒരു രാവിലെ ഉള്ളൂ. അപ്പോൾ അത് മിനിമം അത് ചെയ്യാത്തവരാണ്. അത് ചെയ്തിട്ട് വേണം ഫിസിക്സ് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് പരീക്ഷാ താരേന്ന് അലക്സാർ എന്തോ സംഭവം ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിരുന്നാൽ അവസാനം ആരായിരിക്കും മണ്ടന്മാർ? നിങ്ങളായിരിക്കും മണ്ടന്മാർ. കാരണം 10ാം ക്ലാസ് പരീക്ഷ അല്ലത്, +1 പരീക്ഷയാണ്. അതും +1 ഫിസിക്സ് ഒക്കെ നമ്മുടെ +2 ഫിസിക്സ് പോലെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല. മിനിമം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ സേഫാണ്. പരീക്ഷയുടെ തല്ലുന്നൊരു പരിപാടി വരുന്നുണ്ട്, ഒരു കിടിലൻ സാധനം വരുന്നുണ്ട്. പക്ഷെ അത് ഓൾറെഡി ഈ 2 ലൈവ് കണ്ടവർക്കായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വെക്കണം. ഇത് കമ്പ്യൂട്ടർ സയൻസുകാരുടെ കാര്യത്തിലും ബാധകമാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ഇത്രയും ദിവസമുണ്ട്. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് ആ 2 ലൈവ് കണ്ടു തീർക്കുക മാത്രമല്ല, അതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അതിൽ ഡെറിവേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അത് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ ഓർമ്മയുണ്ടാവും, മറ്റന്നാൾ ഓർമ്മയുണ്ടാവും. സാർ അതിന് ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഒന്നുമില്ല, അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യടോ. നാളെയും മറ്റന്നാളും കുത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യും. ന്യൂമറിക്കൽസ് കുറേ ഉണ്ട്, എല്ലാം പ്രാക്ടീസ് ചെയ്യും. അത് സെറ്റാക്കിയിട്ട് നിങ്ങൾ ഫിസിക്സിൻ്റെ ലൈവിലേക്ക് വാ, ബാക്കി നമുക്ക് അവിടെ ശരിയാക്കി തരാം. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. അപ്പം ബയോളജിക്കാർ ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ടൈം ടേബിൾ ഞാൻ പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ സയൻസുകാർ പക്ഷേ വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ ഇന്ന് മുതൽ ഫുൾ ഫിസിക്സ് പഠിച്ചാൽ ശരിയാവോ? ഇല്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്സിന് പ്രശ്നമാണ്, ബയോളജിക്കാർക്ക് മാത്സ് പ്രശ്നമാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്സ് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാത്സ് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ മിനിമം ചെയ്യേണ്ടത് ഇന്നും നാളെ സമയം എടുത്തിട്ട് ഈ ലൈവെങ്കിലും കണ്ടുവെക്കുക. ഇത് ബയോളജിക്കാരും കണ്ടുവെക്കണം കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നും നാളെ ബയോളജിക്കാരും ഫിസിക്സിൻ്റെ 10 hours മാത്സിന് 10 hours മിനിമം കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യാണ്ട് നിങ്ങൾ അവസാനത്തെ ലൈവിൽ വന്നിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? നല്ല മാർക്ക് നിങ്ങൾ 90% മുകളിലാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ കാര്യമില്ല, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവസാന ദിവസം നമുക്ക് സെറ്റാക്കാം. പക്ഷേ 90% മുകളിലാണ് ഇത് കണ്ടിട്ട് വരിക. അപ്പോൾ ഈ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി സാർ എക്സാമിനർ ലൈവ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സാമിനർ വളരെ സിമ്പിൾ ലൈവ് ആയിരിക്കും ഉണ്ടാവുക. ഇനിയുള്ള ദിവസങ്ങൾ ഫുൾ നമ്മൾ ബയോളജിയിലായിരിക്കും ഫോക്കസ് ചെയ്യുക. ലൈവ് പെർസ്പെക്റ്റീവ് നിന്ന്, പഠിത്തം പെർസ്പെക്റ്റീവ് നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ലൈവിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇന്ന് വരെ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും മക്കളെ. സാറ്റർഡേ ബയോളജിയെ 7 to 9, 10. നാളെ
11, 12, 13, അടുത്ത ദിവസം 14, 15, 16, 17, 18, 19 ആൻഡ് അവസാനത്തെ ദിവസം 100 ഷുവർ കേസസ്. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. സാർ അപ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ അത് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ കെമിസ്ട്രി പരീക്ഷയ്ക്ക് മുമ്പ്. എവിടെ പോയി? ഇവിടെ അല്ല, ഇവിടെ. ഈ രണ്ട് ലൈവ് മിസ്സായവർ ആ 2 ലൈവ് കാണുക പോയിട്ട്. മിസ്സായവരെന്ന് പറഞ്ഞാൽ അന്ന് ലൈവ് വെച്ചിട്ട് വരാത്തവരാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, 2 ലൈവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. 2 നമ്മൾ കെമിസ്ട്രിക്ക് മുൻപ് എടുത്തതാണ്. പോയി ഇരുന്ന് കാണാം. അതെപ്പോൾ കാണണം സാർ? ഇവിടെ എല്ലാ ലൈവും വൈകുന്നേരമാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലൈവ് എല്ലാം 7:30 മണിക്കാണുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച എല്ലാ ലൈവും 7:30 മണിക്കാണുള്ളത്. അപ്പോൾ രാവിലെയുള്ള സമയം എന്ത് ചെയ്യാം, ഈ കാണാത്തവരുണ്ടെങ്കിൽ ആ ലൈവ് പോയി കാണാം. ഒരു 6 ചാപ്റ്ററും കൂടി സെറ്റാക്കിയാൽ ബയോളജി ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പിന്നെ മിനിമം ഇത്ര ആലോചിക്കേണ്ടുള്ളൂ, ഈ ദിവസങ്ങളിൽ, ഈ ഗ്യാപ്പ് ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിൻ്റെ 2 ലൈവും മാത്സിൻ്റെ 1 ലൈവും എങ്കിലും കണ്ട് സെറ്റാക്കാം. മാത്സിൻ്റെത് നിങ്ങൾക്ക് തോന്നുകയാണ് സാർ 10 hours ഞാൻ കണ്ട് തീർത്തു, ഞാനെല്ലാം സെറ്റാക്കി. ഫിസിക്സിൻ്റെ അങ്ങനെ തോന്നി ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാ ചാപ്റ്ററിനെയും 1 ഷോട്ട് കിടപ്പുണ്ടല്ലോ, എല്ലാം പോയി കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിനെ മാത്രം നിങ്ങൾ പോയി 1 ഷോട്ടിൽ അത് ഫുള്ളിരുന്ന് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി 10 hours കണ്ട ഭാഗങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് ന്യൂമറിക്കൽസും പ്രോബ്ലംസും എക്സ്ട്രാ, പ്രത്യേകിച്ച് മാത്സിൽ ആ ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം കണ്ടാൽ മതി. ക്ലിയർ ആണല്ലോ? ഓൾറെഡി ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കാനില്ല. ബാച്ചിലുള്ള വർക്ക്ഷീറ്റ്, ചലഞ്ചർ ക്വസ്റ്റ്യൻസ്, അല്ലാത്ത PYQ മാക്സിമം ചെയ്യാം ഈ ദിവസങ്ങളിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് PYQ തന്നെയാണ്. പരീക്ഷ ടഫായിട്ട് വന്നാലും PYQ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ കാര്യങ്ങൾ ഈ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. പക്ഷേ അതിന് മിനിമം എഫേർട്ട് ഇടണം. മിനിമം ഒരു 8-10 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡിയാവണം. അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ബയോളജിയും തകർക്കുന്നു, മാത്സും തകർക്കുന്നു, ഫിസിക്സും തകർക്കുന്നു, ഇനിയുള്ള പരീക്ഷയൊക്കെ നമ്മൾ പൊളിക്കാൻ പോവാണ്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കെമിസ്ട്രി പരീക്ഷയുടെ ഡീറ്റെയിൽസ് വന്നതിന് ശേഷം ഞാൻ ഈ ചാനൽ ഇടുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.